ഹായ്, സെറ്റല്ലേ? അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ? ഇന്ന് നമുക്കല്പം മീൻ വറുത്താലോ? ഇന്നും ഒരേ രീതിയിൽ ട്രൈ ചെയ്യാതെ ഇടയ്ക്കൊന്ന് വെറൈറ്റിയും കൂടെ പിടിക്കുക അല്ലേ? അപ്പോൾ അതിനായിട്ട് 1/2 കിലോ സ്കിൻ ഔട്ട് ചെയ്ത നെയ്മീനാണ് ഇത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടാകുമ്പോൾ മുളക് പൊടിയും ഉലുവാപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് മൂപ്പിക്കാമേ. ഇനി നമുക്ക് അതിനകത്തോട്ട് മീൻ ആവശ്യം ഉപ്പിട്ട് കൊടുക്കാം. ഒരു സ്പൂൺ വെള്ളം കൂടെ ഒഴിക്കുമ്പോൾ ഇതൊരു ഗ്രേവി പരുവാകും. എന്നിട്ട് നമുക്ക് മീനെല്ലാം കൂടെ അതിനകത്തോട്ട് മസാല തേച്ച് നമുക്ക് മാറ്റി വയ്ക്കാമേ. ഇതിന് നമുക്ക് ഒരു 1/2 മണിക്കൂർ നേരം മാറ്റി വെക്കാം. വീണ്ടും ഒരു പാൻ അടുപ്പത്ത് വെക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാം. ഉള്ളി, കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റി ഏകദേശം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് ഒരു തക്കാളിയും കൂടി ഇടാം. തക്കാളി ഒന്ന് സോഫ്റ്റ് ആകുന്നിടം വരെ വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതെല്ലാം നമുക്കൊന്ന് അരച്ചുകൊണ്ട് വന്ന് മുമ്പ് മസാല പുരട്ടി മാറ്റി വെച്ചില്ലേ, ആ മീൻ കഷ്ണങ്ങളിലോട്ട് ഇതും കൂടെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇതെല്ലാം ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഞാൻ വീണ്ടും ഒരു 1/2 മണിക്കൂർ ഇത് മാറ്റി വെച്ചു. അപ്പോൾ എല്ലാവരും വിചാരിക്കുക തന്നെ തേച്ച് പിടിപ്പിക്കലും മാറ്റിവെക്കലും മാത്രമേ ഉള്ളൂ എന്ന്. അല്ല, ഫൈനൽ സൂപ്പർ ടേസ്റ്റ്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഈ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് കൊടുത്ത് ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ തിരിച്ചിട്ട് മറ്റേ സൈഡും കൂടെ മൂപ്പിച്ചെടുക്കുക. അങ്ങനെ ഞാൻ ഇതെല്ലാം മൂപ്പിച്ചെടുത്ത് നമുക്ക് ഇങ്ങോട്ട് മാറ്റിയെടുത്ത് വയ്ക്കാമേ. ഇനി നമ്മൾ ആ അരപ്പിൻ്റെ ബാക്കിയുണ്ടല്ലോ, മസാലകൾ ഉണ്ടാക്കിയില്ലായിരുന്നു, ഉള്ളിയൊക്കെ അരച്ചത്, അതിൻ്റെ ബാക്കിയൂടെ ആ ബാക്കി വെളിച്ചെണ്ണയ്ക്കകത്തോട്ടിട്ട് ഒന്ന് മൂപ്പിക്കുക. കൂട്ടത്തിൽ ഇച്ചിരി കറിവേപ്പില, എരിവിന് ആവശ്യമായ മുളക് പൊടി, ഇനിയും ഒരു സ്പൂണ് ടൊമാറ്റോ സോസും ഒരു സ്പൂണ് സോയാ സോസും കൂടാണ് ഒഴിച്ചു കൊടുത്തത്. ഒരു സ്പൂണ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ അതൊരു ഗ്രേവി പരുവമാമേ. ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീനെല്ലാം അതിനകത്തോട്ട് പെറുക്കി നിരത്തി കൊടുക്കാമേ. ഇനി നമുക്കിതൊന്ന് അടച്ച് ഒരു 5 മിനിറ്റ് സിമ്മിലിട്ട് ആവി കയറ്റിയെടുക്കാം. അതിനുശേഷം തുറന്ന് നമുക്ക് തിരിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ആവി കയറ്റിയെടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ഫിഷ് ഫ്രൈ തയ്യാറായി. അപ്പോൾ ഈ ഫിഷ് ഫ്രൈയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തയ്യാറാക്കി നോക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.